ഇന്നലെ കുറച്ച് പയറൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് അതിന് ജൈവ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ പയറൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കീടനാശിനികൾ സ്പ്രേ ചെയ്യാറ്. പിന്നെ ഇന്ന് കുറച്ച് ഇഞ്ചിയൊക്കെ നടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കിളിർപ്പ് വന്ന ഇഞ്ചിയൊക്കെ ഇതേപോലെ നട്ടു കൊടുക്കാറുണ്ട്. അത്യാവശ്യം കുറച്ച് ഇഞ്ചിയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിനു മുമ്പ് ഇതേപോലെ നട്ട ഇഞ്ചിയുടെ വിളവെടുപ്പ് അടുത്ത ദിവസം കാണിക്കും. അമ്പലത്തിനും കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കായൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വലുതായി വരണം. പിന്നെ വെണ്ടയാണ്. വെണ്ടയും ഇപ്പോൾ നിറയെ പൂവൊക്കെ ഇട്ടു, കായൊക്കെ പിടിച്ച് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മഴയത്ത് നട്ട് വളർത്തിയതാണ്. നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് ഓണത്തിന് വിളവെടുക്കാനും ഒക്കെ നമ്മുടെ വെണ്ടയും പയറൊക്കെ ഇതേപോലെ നട്ടു കൊടുക്കാം. ഇതേപോലെ തന്നെ പൂക്കളും ഓണത്തിന് പൂക്കളമിടാനൊക്കെയുള്ള പൂക്കളും നമുക്കിപ്പോൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലുള്ള കൃഷികളും ഒരു കുഞ്ഞു പൂന്തോട്ടമൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ അത് ചെയ്യാം.